Welcome to Srinarayana Guru Open University degree classes. In this class, we are going to discuss the fourth unit of the first block from the paper Introduction to Mass Communication. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റ് ആണ്. ഈ യൂണിറ്റിന്റെ പേര് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ നമുക്ക് ഈ ഒരു യൂണിറ്റില് പ്രധാനമായിട്ടും രണ്ട് ഹെഡിങ്ങുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നാമത്തേത് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, കൂടാതെ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. ഇങ്ങനെയുള്ള രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഏരിയകളാണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. സോ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ്. സോ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് സ്പോക്കൺ ഓർ റിട്ടൺ വേർഡ്സ് ടു കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനായിട്ട് വെർബലോ അല്ലെങ്കിൽ റിട്ടണോ ആയിട്ടുള്ള വേർഡ്സ്, വാക്കുകൾ യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനെ നമുക്ക് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. സോ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, ഇറ്റ് റിലീസ് ഓൺ ലാംഗ്വേജ് ആൻഡ് വൊക്കാബുലറി. സോ സിമ്പിൾ ആണ്, ലാംഗ്വേജ് വൊക്കാബുലറി ആണ് അതിൽ ഉള്ളത്. നമുക്ക് അറിയാം വെർബൽ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, വൊക്കാബുലറി ആണ്. ദെൻ ഇറ്റ് ക്യാൻ ബി ഫോർമൽ ഓർ ഇൻഫോർമൽ. ഫോർമൽ ആകാം, ഇൻഫോർമൽ ആകാം, എനിത്തിങ് ക്യാൻ ബി. നമുക്ക് എവിടെയാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, വെർബൽ ഫോംസ് ആയിരിക്കും. ദെൻ ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ഓറൽ ആൻഡ് റിട്ടൺ ലാംഗ്വേജസ്. സോ ഓറൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലും റിട്ടൺ കമ്മ്യൂണിക്കേഷനിലും നമ്മൾ വേർഡ്സ് ഉപയോഗിക്കും. നമ്മളൊരു ലെറ്റർ എഴുതി അയക്കുന്നത് അതൊരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അവിടെ നമ്മൾ വേർഡ്സ് ആണ് എഴുതുന്നത്. ഇനി നമ്മളിപ്പോ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ബൈ യൂസിങ് വേർഡ്സ്, അതായത് വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത്. സോ ഇത് രണ്ടും എന്താണ്, വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇനി നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ ടൈപ്സ്, ഏതെത്ര ടൈപ്സ് ആണ് അതുള്ളത് എന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. ഓറൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് ഇറ്റ്സ് എ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ നമുക്ക് ടെലിഫോണിലോ വീഡിയോ കോളിലോ ഒക്കെ സംവദിക്കുന്നതും എന്താണ്, അത് ഒരു ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ്. കൂടാതെ സ്പീച്ചുകൾ, നമ്മൾ ഡെലിവർ ചെയ്യുന്ന സ്പീച്ച്, ഒരു ഡിബേറ്റ്, ഇതെല്ലാം തന്നെ എന്താണ്, ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് നമ്മൾ വായിലൂടെ, സംസാരത്തിലൂടെ വാക്കുകൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണ്, അത് എഴുതി അയക്കുന്നതാണ്. ഇമെയിൽ ആകാം, ലെറ്റേഴ്സ് ആവാം, മീമോസ് ആവാം, അതുപോലെ തന്നെ ടെക്സ്റ്റുകൾ, പുസ്തകങ്ങൾ, ഇതൊക്കെ എന്താണ്, റിട്ടൺ ആയിട്ടുള്ള മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്, മീൻസ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മറ്റു കമ്മ്യൂണിക്കേഷനേക്കാളും ഇത് കുറെ ക്ലിയർ ആയിരിക്കും. വളരെ ക്ലിയറും ഡയറക്റ്റ് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസുമാണ് ഈ പറയുന്ന വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് കിട്ടാനും ഈ ഓറൽ അല്ലെങ്കിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മിസ്ഇന്റർപ്രിട്ടേഷന് സാധ്യതയുണ്ട്. അത് ഏത് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അതൊരു ഓറലി നമ്മൾ പറഞ്ഞു വെച്ചതാവുമ്പോൾ അത് മിസ്ഇന്റർപ്രിട്ടേഷൻ, അത് അങ്ങനെ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ഇതായിരുന്നു അർത്ഥം തുടങ്ങിയ രീതിയിലേക്ക് അത് മിസ്ഇന്റർപ്രിറ്റ് ചെയ്യും, ദുർവ്യാഖ്യാനം ചെയ്യുന്നതിന് കാരണമാകാറുണ്ട്. ഇനി നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. അതായത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് കൺവേയിങ് മെസ്സേജസ് വിത്തൗട്ട് യൂസിങ് വേർഡ്സ് യൂസ് ചെയ്യാതെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ജസ്റ്റേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ പറയുന്ന നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇനി ഇതിൽ ആക്ഷൻസ്, നമ്മളുടെ പ്രവൃത്തികൾ അല്ലെങ്കിൽ ആക്ഷനുകൾ, നമ്മളിങ്ങനെ ഇപ്പൊ വരുന്നയാളോട് ഇങ്ങനെ കാണിക്കുന്നു, സ്റ്റോപ്പ്, നിൽക്കാൻ കാണിക്കുന്നത്, വരാൻ കാണിക്കുന്നത്, ഇതൊക്കെ എന്താണ്, ഈ പറയുന്ന ആക്ഷൻസ് ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ അപ്പിയറൻസ്, ബിഹേവിയർ, എല്ലാം നമ്മളോട് ആശയങ്ങൾ കൺവേ ചെയ്യുന്നു. അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ ഈവൻ നമ്മളുടെ ഡ്രസ്സിങ്, നമ്മളൊരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു മരണ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വസ്ത്രം എന്ന് പറയുന്നത് അത് ആ ഒരു സിറ്റുവേഷന്, ഇത് എസ്പെഷ്യലി ഒരു വെസ്റ്റേൺ സ്റ്റൈലില് ഡ്രസ്സിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോ സിറ്റുവേഷനും അല്ലെങ്കിൽ ഓരോ ഒക്കേഷനും യോജിച്ച രീതിയിൽ മാത്രമേ വെസ്റ്റേണേഴ്സ് ഡ്രസ് ചെയ്യാൻ പാടുള്ളൂ. അത് കളറ്, ഇങ്ങനത്തെ കുറെ തീംസ് ഒക്കെ അതിൽ വരുന്നുണ്ട്. സോ നമുക്ക് ഈ പോസ്റ്ററും അതുപോലെ തന്നെ ഡ്രസ്സിങ്ങും ഒക്കെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ആൻഡ് തിങ് ഈസ് ബോഡി ലാംഗ്വേജ് ആണ്. ബോഡി ലാംഗ്വേജിലാണ് നമ്മുടെ പോസ്റ്റർ, ജസ്റ്റേഴ്സ്, മൂവ്മെന്റ്സ് ഇതെല്ലാം ഉൾപ്പെടുന്നത്.
അപ്പോൾ നമ്മുടെ മനസ്സിലെ വികാരം എന്താണോ അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ചലനത്തിലൂടെയും നോട്ടത്തിലൂടെയും പുഞ്ചിരിയിലൂടെയും നമ്മുടെ തീവ്രമായിട്ടുള്ള നോട്ടത്തിലൂടെയും ഒക്കെ അത് നമുക്ക് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളിലേക്ക് പകരാനായിട്ട് സാധിക്കും. അതായത് വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ ഇതാണ്. ഇനി ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസ്, ഹാപ്പിനെസ്, സങ്കടങ്ങൾ എല്ലാം നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ നമുക്ക് ഇപ്പൊ നമ്മൾ വളരെ അസ്റ്റോണിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫേസിൽ നിന്ന് നമുക്ക് ആ ഒരു ആള് അസ്റ്റോണിഷ്ഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി മറ്റൊന്നാണ് നമ്മുടെ സംസാരത്തിന്റെ മോഡുലേഷൻ, വോയിസ് മോഡുലേഷൻ, ടോണ്, ഇതെല്ലാം. അത് നമ്മളുടെ സംസാരത്തില് ശബ്ദം ഉയർത്തി സംസാരിക്കുമ്പോൾ നമുക്ക് ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്നതിന് മറ്റൊരർത്ഥം. ഇങ്ങനെ നമ്മുടെ വോയിസ് മോഡുലേഷനും ടോണും നമ്മളോട് നമ്മുടെ പിച്ച്, സംസാരത്തിന്റെ പിച്ച്, പേസ്, വോളിയം, ഇതെല്ലാം അത് നമ്മളുടെ ഉള്ളിലുള്ള ഇമോഷൻസിനെ കൺവേ ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊന്നാണ് ഒരു പ്രോക്സിമൈസ് എന്ന് പറയുന്നത്. അതായത് യൂസ് ഓഫ് സ്പേസ്. നമ്മൾ സ്പേസ് യൂസ് ചെയ്യുന്നത്, ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് സംസാരിക്കുന്നത് ആ രണ്ട് ആളുകൾക്കിടയിലുള്ള ഇന്ററാക്ഷന്റെ അല്ലെങ്കിൽ ബന്ധത്തിന്റെ ഒരു കുറവിനെ സൂചിപ്പിക്കുന്നതാണ്. ഇനി വളരെ ക്ലോസ് ആയിട്ട് നിന്നിട്ടാണ്, സ്റ്റാൻഡിങ് ക്ലോസ്, അത് നമ്മൾ ആ വ്യക്തിയുമായിട്ടുള്ള നമ്മുടെ അടുപ്പത്തെയാണ് സൂചിപ്പിക്കുന്നത്. സോ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നിൽക്കുന്നു എന്നതിനർത്ഥം ആ വ്യക്തിക്കും നമുക്കും ഇടയിൽ ഡിസ്റ്റൻസ് കൂടുതലാണ്. വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നു എന്നതിനർത്ഥം നമ്മൾ സംസാരിക്കുന്ന വ്യക്തിക്കും നമുക്കും ഇടയിൽ ഡിസ്റ്റൻസ് വളരെ കുറവാണ്, വി ആർ ക്ലോസ്, അതാണ് കാണിക്കുന്നത്. ദെൻ അപ്പിയറൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ക്ലോത്തിങ്സ്, അതുപോലെ തന്നെ ഗ്രൂമിങ്, ഇതെല്ലാം കമ്മ്യൂണിക്കേഷനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. മറ്റൊന്നാണ് ടച്ച് എന്ന് പറയുന്നത്. ടച്ച് അല്ലെങ്കിൽ ഹാപ്റ്റിക്സ് എന്ന് പറയാം. നമ്മൾ ഒരാളോട് വളരെ വാമായിട്ട് ഒരാളെ ടച്ച് ചെയ്ത് ഷെയ്ക്ക് ഹാൻഡ്, ഇതൊക്കെ നമ്മളുടെ ആശയങ്ങള്, മനസ്സിലുള്ള ഐഡിയകളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലാണ്. നമ്മൾ ആ വ്യക്തിയുമായിട്ടുള്ള നമ്മുടെ അടുപ്പത്തെ ആ ഒരു ടച്ച് കാണിക്കും. നമ്മൾ പാറ്റ് ചെയ്യുന്നത്, അല്ലെ, നമ്മൾ വെൽ ഡൺ എന്ന് പറഞ്ഞ് പാറ്റ് ചെയ്യുന്നത്, അഭിനന്ദിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടച്ചുകൾ, ഇതെല്ലാം തന്നെ കമ്മ്യൂണിക്കേഷന്, ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ മീൻസ് ആണ്. അപ്പൊ ഇതിന്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഇത് വളരെ ക്ലിയർ ആയിട്ട് നമ്മളുടെ ആ ഒരു ആശയത്തെ, വെർബൽ കമ്മ്യൂണിക്കേഷനെ, നമ്മൾ ഈവൻ വേർഡ്സ് യൂസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ നന്നായിട്ട് ചെയ്തു എന്നൊരു കുട്ടിയോട്, ഒരു ക്ലാസ്സില് നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരു കുട്ടിയോട് നീ നന്നായിട്ട് ചെയ്തു, വെരി ഗുഡ് എന്ന് പറയുന്നതിനോടൊപ്പം നമ്മൾ ജസ്റ്റ് പാറ്റ് ചെയ്യുന്നു, ഗുഡ്, വെൽ ഡൺ എന്ന് പറയുന്നതിന് ആ വെർബൽ ലാംഗ്വേജിനെ അത് വല്ലാതെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. സോ അത് അതിന്റെ വലിയൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇമോഷൻ കൺവേ ചെയ്യുന്ന ഒരു മീൻസ് ആണ് ഈ പറയുന്ന ജസ്റ്റേഴ്സും അതുപോലെ നോൺ വെർബൽ ആയിട്ടുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഒരു യൂണിവേഴ്സലി അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ലാംഗ്വേജ് അറിയില്ല, അപ്പൊ നമ്മളോട് സംസാരിക്കുന്ന വ്യക്തിയുമായിട്ട് ലാംഗ്വേജ് അറിയില്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു എളുപ്പമാർഗമാണ് ഈ പറയുന്ന ജസ്റ്റേഴ്സ്, നോൺ വെർബൽ മീൻസ്. വരാൻ എങ്ങനെയാണ് ആ വ്യക്തിയുടെ ലാംഗ്വേജിൽ പറയുക എന്ന് നമുക്കറിയില്ല. സോ നമ്മൾ കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്നു, വരാൻ, നിൽക്കാൻ, സമ്മതം കൊടുക്കുന്നു. ഇതൊക്കെ നമുക്ക് ഈ പറയുന്ന ലാംഗ്വേജിന്റെ ബാരിയേഴ്സിനെ തടഞ്ഞു നിർത്തുന്ന ഒന്നാണ് ജസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വെർബൽ ലാംഗ്വേജിന്റെ ബാരിയേഴ്സിനെ തടഞ്ഞു നിർത്തുന്നതും വെർബൽ ലാംഗ്വേജിനെ എൻഹാൻസ് ചെയ്യുന്നതുമാണ് നോൺ വെർബൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ നോക്കുന്നത് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. സോ എന്താണ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്? അത് നമ്മളുടെ സംസാരത്തിൽ വരുന്ന ചില ഒബ്സ്റ്റേക്കിൾസ് ആണ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ ഹിൻഡർ ചെയ്യുന്ന, തടസ്സപ്പെടുത്തുന്ന എന്തിനേയും നമുക്ക് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. സോ ഫിസിക്കൽ ബാരിയേഴ്സ് ആദ്യം എന്താണെന്ന് നോക്കാം. ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കതില് വരുന്നത് മറ്റു 3 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്, സബ് ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന ഇടത്ത് വളരെ നോയ്സി ആണ്, അല്ലെങ്കിൽ ഒരു പുവർ ലൈറ്റനിങ് ആണ്, നമുക്ക് പറയുന്ന ആളെ ശരിക്കും കാണുന്നില്ല, നമ്മൾ സംസാരിക്കാൻ നിൽക്കുന്ന റൂമില് ഇരുട്ടാണ്, അപ്പൊ ഈ പറയുന്ന വ്യക്തിയുടെ ശബ്ദം മാത്രമേ നമുക്ക് കേൾക്കുന്നുള്ളൂ, മറിച്ച് അയാളുടെ ഫേസ് കാണുന്നില്ല.
അയാളുടെ പോസ്ചർ എന്താണെന്ന് കാണുന്നില്ല, അപ്പൊ അയാൾ നമുക്ക് വിസിബിൾ അല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് കമ്മ്യൂണിക്കേഷനെ ചെറിയ രീതിയിൽ അത് തടസ്സപ്പെടുത്തുന്നുണ്ട്. ഇനി വളരെ നോയ്സി ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ ഈ വ്യക്തി പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റാത്ത വളരെ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സെറ്റിംഗ് ആണ് അവിടെ ഉള്ളതെങ്കിൽ നമ്മുടെ സംസാരത്തെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനെ അത് ബാധിക്കും, തടസ്സപ്പെടുത്തും. അതൊരു ഫിസിക്കൽ ഫീച്ചർ ആണ്. ദെൻ ഒരു ഡിസ്റ്റൻസ്, നമ്മൾ വളരെ ലോങ് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയെ കാണാനും ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കില്ല. ഈവൻ ശബ്ദം ശരിക്ക് കേൾക്കാനും സാധിക്കില്ല. ഇനി അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ഒരു മതില് അല്ലെ, ഒരു മതിലുണ്ട്, ആ ബാരിയർ സൃഷ്ടിച്ച ആ മതിലിന് അപ്പുറം ഇപ്പുറം നിന്നാണ് സംസാരിക്കുന്നതെങ്കിൽ ശബ്ദം മാത്രം ചെറിയ തോതിൽ കേൾക്കുന്നു, നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ അത്ര ഇഫക്റ്റീവ് ആവില്ല. ഇനി മറ്റൊന്നാണ് ടെക്നിക്കൽ ഇഷ്യൂസ്. നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് നെറ്റ്വർക്കിന് കടുത്ത ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് നെറ്റ്വർക്കിന് ഇഷ്യൂ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ടെക്നിക്കലി ഒരു മിസ്കംഫർട്ട് അവിടെ വരുന്നു എന്നർത്ഥം. ദെൻ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ആണ് മറ്റൊന്ന്. സൈക്കോളജിക്കൽ ബാരിയേഴ്സിൽ വളരെ പ്രധാനമായിട്ട് വരുന്നത് നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ് ആണ്. നമ്മൾ വളരെ നെർവസ് ആണ് അല്ലെങ്കിൽ വളരെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് സ്ട്രെസ്, ആങ്കർ, ദേഷ്യം, ആൻസൈറ്റി, നമ്മുടെ ഉത്കണ്ഠ കൊണ്ട് ഒന്നും നമുക്ക് ഒരു ഇംപയർ അണ്ടർസ്റ്റാൻഡിങ് ആണ് അവിടെ സംഭവിക്കുന്നത്. വളരെ ഹാപ്പിനെസ് ആണെങ്കിലും ഇത് തന്നെ സംഭവിക്കും. നമ്മൾ ഒരു വിത്ത് ദ ഹാർട്ട് ഈസ് ഫുൾ വേർഡ്സ് ആർ ഫ്യൂ എന്നൊക്കെ പറയാറില്ല. അപ്പൊ നമുക്ക് വേണ്ട രീതിയിൽ വാക്കുകൾ കിട്ടില്ല. നമ്മൾ വളരെ ആൻഷ്യസ് ആയിട്ടുള്ള സമയത്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയ ഒരു സ്പീച്ച് നമുക്ക് സ്റ്റേജ് ഫിയർ മൂലം ചിലപ്പോ കൃത്യമായിട്ട് ഡെലിവർ ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. നന്നായി പഠിച്ചു പോയിട്ടും നമുക്ക് അത് വേണ്ട രീതിയിൽ നമുക്ക് എഴുതാനോ അല്ലെങ്കിൽ പറയാനോ സാധിക്കാത്ത സിറ്റുവേഷൻസ് വരാറുണ്ട്. ദിസ് ഇസ് സൈക്കോളജിക്കൽ ബാരിയർ. ഓക്കെ, ദെൻ മറ്റൊന്നാണ് പെർസെപ്ഷൻസ് ആണ്. അതായത് ഒരു ഡിഫറെന്റ് ഇന്റർപ്രിട്ടേഷൻസ്, നമ്മളുടെ ഒരു മെസ്സേജിന്, ഒറ്റ മെസ്സേജിന് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് വരാനുള്ള സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒരു ബാരിയർ ആണ്. അപ്പോൾ അത് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ വരുത്തുന്ന ഒരു തടസ്സം ആയിട്ട് വരാറുണ്ട്. ഒരേ വേർഡ് ആയിരിക്കും അല്ലെങ്കിൽ ഒരേ സിറ്റുവേഷൻ ആയിരിക്കും, അതിനെ ഇന്റർപ്രിട്ടേഷൻ പല രീതിയിൽ ഇന്റർപ്രിറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് നടന്നുകൊള്ളണമെന്നില്ല. ദെൻ മറ്റൊന്നാണ് സെലക്റ്റീവ് ലിസണിങ് ആണ് മറ്റൊരു ബാരിയർ എന്ന് പറയുന്നത്. ഇവിടെ ഹിയറിംഗ് ഓൺലി വാട്ട് അലൈൻസ് വിത്ത് പേഴ്സണൽ ബിലീഫ്സ്, നമുക്ക് കൃത്യമായിട്ട് ഒരു സെലക്റ്റീവ് ഹിയറിംഗ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ട് നടന്നുകൊള്ളണമെന്നില്ല. ദെൻ മറ്റൊന്നാണ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, ഒരു ഇൻട്രസ്റ്റ് കുറവ്, താല്പര്യമില്ലെങ്കിൽ നമുക്കൊന്നും അവിടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കില്ല. അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടോപ്പിക്കിലുള്ള താല്പര്യക്കുറവ് ആയിരിക്കാം, അല്ലെങ്കിൽ സംസാരിക്കുന്ന ആളോടുള്ള താല്പര്യക്കുറവായിരിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി, നമുക്ക് അവിടെ കമ്മ്യൂണിക്കേഷൻ അത് പ്രോപ്പർ ആവില്ല എന്നർത്ഥം. ദെൻ ലാംഗ്വേജ് ബാരിയർ ആണ് മറ്റൊന്ന്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലാംഗ്വേജ് ബാരിയർ ഡിഫറെന്റ് ലാംഗ്വേജ് ആണെങ്കിൽ, നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ നമുക്കറിയാത്ത ലാംഗ്വേജ് ആണെങ്കിൽ ഒരു ലാക്ക് ഓഫ് എ കോമൺ ലാംഗ്വേജ് നമുക്ക് അവിടെ ഒരു പ്രോബ്ലം സൃഷ്ടിക്കാറുണ്ട്. ഇനി മറ്റൊന്നാണ് ജർഗൺ എന്ന് പറയുന്നത്. അതായത് യൂസ് ഓഫ് ടെക്നിക്കൽ ഓർ സ്പെഷ്യലൈസ്ഡ് ടേംസ് നോട്ട് അണ്ടർസ്റ്റുഡ് ബൈ ഓൾ. ഇപ്പൊ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടെക്നിക്കൽ ടേംസ് ഒക്കെ ഉണ്ടായിരിക്കും. ഈ ടെക്നിക്കൽ ടേംസ് ഒന്നും നമുക്ക് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇപ്പോ പെട്ടെന്ന് പറയുന്നത്, നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജില് സോണറ്റ് എന്ന് പറയുന്നു. ഈ സോണറ്റ് എന്താണെന്ന് അതൊരു ഇംഗ്ലീഷിൽ തന്നെയുള്ള വളരെ ഒരു ടെക്നിക്കൽ ടേം ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ എന്താണ് സോണറ്റ് എന്ന് അറിയാത്ത, ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയുന്ന ഒരാൾക്കും ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം സോണറ്റ് എന്താണെന്ന് ഒരു പക്ഷെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജിലെ ഒരു ടേം, അല്ലെങ്കിൽ ഹിസ്റ്ററിയിലെ ഒരു ടേം, അല്ലെങ്കിൽ സയൻസിലെ ഒരു ടേം, ഇതൊന്നും കൃത്യമായിട്ട് ആ ടോപ്പിക്കിൽ അല്ലെങ്കിൽ സബ്ജക്റ്റിൽ എക്സ്പേർട്ട് അല്ലാത്ത ഒരാൾക്ക് മനസ്സിലാവില്ല. സോ അതും ലാംഗ്വേജിനെ അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രോബ്ലം സൃഷ്ടിക്കാറുണ്ട്. മറ്റൊന്നാണ് ആംബിഗ്വിറ്റി, അതായത് ഒരു വേഗമായിട്ടുള്ള അൺക്ലിയർ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻസ് നമ്മളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷന് തടസ്സമായിട്ട് വരാറുണ്ട്. മറ്റൊന്നാണ് കൾച്ചറൽ ബാരിയേഴ്സ്. കൾച്ചറൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ കൾച്ചറൽ ഡിഫറൻസസിനനുസരിച്ച് അവിടെ നോംസും വാല്യൂസും ബിലീഫ്സും ഒക്കെ വ്യത്യാസപ്പെടും. അപ്പൊ അത് കമ്മ്യൂണിക്കേഷനെ ഒരു തടസ്സം സൃഷ്ടിക്കാറുണ്ട്. ഇനി മറ്റൊന്നാണ് ഒരു നോൺ വെർബൽ ആയിട്ടുള്ള മിസ് ഇന്റർപ്രിട്ടേഷൻസ്. അതായത് കൾച്ചറൽ ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലം ആണത്. നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ഒരു
നോൺ വേർബൽ ആയിട്ടുള്ള നമ്മുടെ ഒരു മൂളല് അല്ലെങ്കിൽ നമ്മുടെ ഒരു തലയാട്ടല്. ഉദാഹരണത്തിന് ഇപ്പൊ കേരളത്തിൽ തന്നെ ചിലയിടങ്ങളില് യെസ് എന്നതിന്റെ സിമ്പലായിട്ട് നമ്മൾ ഇങ്ങനെ തലയാട്ടാറുണ്ട്, ചിലയിടത്ത് നോ എന്നതിന്റെ സിമ്പലാണ് ഇങ്ങനെ തലയാട്ടുന്നത്. അപ്പോ അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അപ്പോ ചില ആളുകളോട് വേണോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചാൽ അതിന്റെ അർത്ഥം വേണം എന്നാണ്. എന്നാൽ മറ്റു ചിലയിടത്ത് വേണോ എന്ന് ചോദിക്കുമ്പോൾ തല കുലുക്കി കാണിച്ചാൽ വേണ്ട എന്നുമാണ് അർത്ഥം. സോ ഈ ഒരു നോൺ വേർബൽ ആയിട്ടുള്ള ഈ ഒരു കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഒരു പ്രോബ്ലം, അതിന്റെ ഇന്റർപ്രറ്റ് ചെയ്യുന്നിടത്ത പ്രോബ്ലം ആണ് ഇത്. ദെൻ മറ്റൊന്നാണ് ഓർഗനൈസേഷണൽ ബാരിയർ എന്ന് പറയുന്നത്. ഓർഗനൈസേഷണൽ ബാരിയർ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഹയറാർക്കിക്കൽ സ്ട്രക്ചർ ആണ്. അതായത് ഒരുപാട് ലെയേഴ്സ് ഓഫ് അതോറിറ്റി ഉള്ള സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ആ ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ സാധിക്കാതെ വരാറുണ്ട്. ഒരുപാട് ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരുപാട് ചാനൽസിലൂടെ ആ ഒരു മെസ്സേജ് പാസ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം. ദെൻ ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി ആണ് മറ്റൊന്ന്. നമുക്ക് ഒരു കൃത്യമായിട്ട് ഒരു ഇൻഫർമേഷൻ ട്രാൻസ്പെറന്റ് ആയിട്ട് സുതാര്യമായിട്ട് കൺവേ ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ സുതാര്യത കുറവ് ആ ഒരു കമ്മ്യൂണിക്കേഷനെ തടസ്സപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇനാഡിക്വേറ്റ് കമ്മ്യൂണിക്കേഷൻ ചാനലാണ് മറ്റൊന്ന്. അതായത് കൃത്യമായിട്ട് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ചാനലുകളുടെ ഒരു അപര്യാപ്തത, കുറവ്, കൃത്യമായിട്ട് നമുക്കൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. നമുക്കൊരു നമ്മളുടെ മാനേജറോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടെങ്കിൽ അത് നമുക്ക് നേരിട്ട് പോയി സംസാരിക്കാൻ സാധിക്കില്ല. അത് കുറെ ആളുകൾ അല്ലെങ്കിൽ ഇടനിലക്കാർ വഴിയേ നമ്മുടെ മെസ്സേജ് നമ്മളുടെ മാനേജറിലേക്ക് എത്താൻ പറ്റൂ എന്നുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും ഒക്കെ വെച്ച് മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. ത്രൂ ചാനലിലൂടെ അത് പോകുമ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് അത് നമുക്ക് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട്. ദെൻ മറ്റൊന്നാണ് പേഴ്സണൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഇത് വ്യക്തികളുടെ കമ്മ്യൂണിക്കേഷനിൽ വലിയ വളരെയേറെ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ്. ഒന്നാമത്തത് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്. കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയാതിരിക്കുന്ന സമയം, നമുക്ക് നമ്മുടെ ഐഡിയകള്, കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമ്മുടെ ഐഡിയ, നമുക്ക് എത്ര നോളജ് ഉണ്ടെങ്കിലും നമ്മുടെ ഐഡിയ കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ സാധിക്കില്ല. മറ്റൊന്നാണ് ഈഗോ ആറ്റിറ്റ്യൂഡാണ് മറ്റൊന്ന്. അതായത് ഒരു വളരെ അറഗന്റ് ആയിട്ടുള്ള ഒരു അൺവില്ലിങ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ നമുക്ക് ചിലപ്പോൾ കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ പുവർ ലിസണിങ് സ്കില്ലും നമ്മളുടെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്ന ഒന്നാണ്. അതായത് നമുക്ക് നല്ല രീതിയിൽ ലിസൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാതിരിക്കുന്നത്, അത് പല കാരണങ്ങളായിരിക്കാം. ഒന്ന് എന്തെങ്കിലും ഇമോഷണൽ സ്റ്റേറ്റ് കൊണ്ട് നമുക്ക് കൃത്യമായി ലിസൺ ചെയ്യാൻ പറ്റാതിരിക്കുക, കേൾവിയുടെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഉള്ളത്, എന്തെങ്കിലും ഒരു കാരണത്താൽ നമുക്ക് ലിസണിങ് പ്രോപ്പർ അല്ലെങ്കിലും ഒരു പേഴ്സണൽ റിലേഷനിൽ അല്ലെങ്കിൽ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ തടസ്സങ്ങൾ വരാറുണ്ട്. മറ്റൊന്നാണ് ടെക്നോളജിക്കൽ ബാരിയർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് വളരെയേറെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഒരു ഓവർ ഡിപ്പെൻഡൻസ് ഓൺ ടെക്നോളജിയാണ് ഒന്നാമത്തേത്. അതായത് ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ, ടെക്നോളജി ഫെയിൽ ചെയ്യുന്ന സമയത്ത്, കറണ്ട് പോകുമ്പോൾ ഇപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നിന്ന് പോകുന്ന അവസ്ഥ, പവർ ഫെയിലിയറിൽ, അല്ലെങ്കിൽ നെറ്റ്വർക്ക് പോകുമ്പോൾ നിന്ന് പോകുന്ന അവസ്ഥയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓവർ ഡിപ്പെൻഡൻസി ഓൺ ടെക്നോളജി നമ്മുടെ കമ്മ്യൂണിക്കേഷനെ തടസ്സപ്പെടുത്തുന്ന ഒന്നായിരിക്കും. ദെൻ ഒരു ഇൻആക്സസിബിലിറ്റി ആണ് ടെക്നോളജിയുടെ. ടെക്നോളജി ആക്സസിബിൾ അല്ലാത്ത സാഹചര്യങ്ങളിലും കമ്മ്യൂണിക്കേഷൻ മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി മറ്റൊന്നാണ് സെമാന്റിക് ബാരിയേഴ്സ്. സെമാന്റിക് ബാരിയേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നമ്മൾ നേരത്തെ ലാംഗ്വേജ് അറിയാത്ത പ്രോബ്ലം, ലാംഗ്വേജിന്റെ ടെക്നിക്കൽ ടേംസ് അറിയാത്ത പ്രോബ്ലം ഒക്കെ പറഞ്ഞിരുന്നല്ലോ. അതുപോലെ തന്നെ ചില വേർഡ്സ് മിസ് ഇന്റർപ്രിറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതായത് കൃത്യമായിട്ട് നമുക്ക് അതിന് ഒരു വ്യാഖ്യാനിക്കുന്ന സമയത്ത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓവർ യൂസ് ഓഫ് കോംപ്ലക്സ് വേർഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് മലയാള ഭാഷയിലൊക്കെ ചില വാക്കുകൾ വളരെ കോംപ്ലക്സ് ആയിരിക്കും. നമുക്ക് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ, നമ്മൾ ഡേ ടു ഡേ ലാംഗ്വേജിൽ യൂസ് ചെയ്യുമ്പോൾ ചില വേർഡ്സ് നമുക്ക്, മലയാളത്തിലുള്ള ചില വേർഡ്സ് നമുക്ക് മനസ്സിലാവാൻ പ്രയാസം വരും. അതുപോലെ തന്നെ ഏത് ലാംഗ്വേജിലും ഉണ്ട് കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡ്സ്. സോ കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡ്സ് ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള സ്പീച്ചുകളാണെങ്കിലും മറ്റൊന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല. സോ ഓവർ യൂസ് ഓഫ് കോംപ്ലക്സ് വേർഡ്സ് നമ്മുടെ ലാംഗ്വേജിനെ, കമ്മ്യൂണിക്കേഷനെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ്. മറ്റൊന്നാണ് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശാരീരികമായിട്ടുള്ള ചില തടസ്സങ്ങളാണ്.